നമസ്കാരം. ഇന്ന് നടന്ന CPIയിലെ 10 ക്വസ്റ്റ്യൻ നോക്കിയാലോ? അപ്പോൾ നിങ്ങളെവരെ AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഒറ്റയാനെ കണ്ടെത്താൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ആദ്യം അത് ഒറ്റ സംഖ്യകളാണോ നോക്കണം. എല്ലാ ഒറ്റ സംഖ്യകളാണെങ്കിൽ നിങ്ങൾ ഇതിന് അഭാജ്യ സംഖ്യകളുമായിട്ട് പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അതായത് 59 ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ് കേട്ടോ, പ്രൈം നമ്പറാണ്. പക്ഷെ 69 ഒരു അഭാജ്യ സംഖ്യ അല്ല. അഭാജ്യ സംഖ്യ അല്ലാത്തതിന്റെ റീസൺ, നമുക്ക് 69നെ 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയും. അതായത് ഏതെങ്കിലും ഒരു സംഖ്യകൾ കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയുമെങ്കിൽ അത് ഒരിക്കലും എന്തല്ല, അഭാജ്യ സംഖ്യ അല്ല. ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ അത് അഭാജ്യ സംഖ്യ അല്ല, ഭാജ്യ സംഖ്യകൾ എന്നറിയപ്പെടും. മീൻസ് കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ ഇത് പ്രൈം നമ്പർ അല്ല, നോട്ട് പ്രൈം. 79 ആൾറെഡി പ്രൈം നമ്പരാ. 79നെ നമുക്ക് മറ്റൊരു സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയത്തില്ല. 89 ഒരു പ്രൈം നമ്പർ. എന്നുവെച്ചാൽ അതിനെ നമുക്ക് മറ്റൊരു സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ 69നെ മാത്രമേ നമുക്ക് ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒറ്റയാൻ 69 ആണ്. ബാക്കി 3 പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകളാണ്. ഓക്കെ, അപ്പൊ ഒറ്റയാൻ ഓപ്ഷൻ ബി 69. രണ്ടാമത്തെ ചോദ്യം, 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ നമുക്ക് 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കിയാലോ? നമുക്ക് കണ്ടെത്തേണ്ടത് ആ ലിസ്റ്റിലുള്ള എല്ലാ സംഖ്യകളുടെയും തുകയാണ്. എന്നുവെച്ചാൽ 11 അധികം അടുത്ത ആള് 13 അധികം അടുത്ത ആള് 15 അധികം അടുത്ത ആള് 17 അധികം, അങ്ങനെ പോയി എവിടം വരെ പോകണം? 49 വരെ. ഓക്കെ, ഒന്നും നടന്നില്ല, എല്ലാം കൂടെ എഴുതി ഞാൻ കൂട്ടിയാലും മതി. കൂടുതൽ സമയം ഒന്നും എടുക്കത്തില്ല, പക്ഷെ എഴുതി കൂട്ടാം. അപ്പൊ 11, 13, 15, 17 എക്സെട്ര ടു 49. ഇത് യഥാർത്ഥത്തിൽ AP ആണ്. AP-യുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ AP-യുടെ തുക കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദമാണ്. ഓക്കെ, A പ്ലസ് AN എന്നോ L എന്നോ എന്തോന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് അത് ആദ്യ പദം പ്ലസ് അവസാന പദം. ഓക്കെ, ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാ നമുക്ക് തുക കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ. ഇതാണ് ആദ്യ പദം, ഇതാണ് അവസാന പദം. പക്ഷെ n എന്ന് പറഞ്ഞാൽ ഇത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ഇത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ, പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതും AP-ക്കകത്ത് തന്നെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഓർത്ത് വെച്ചേക്കണം, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ചെയ്യപ്പം നമുക്ക് പദങ്ങളുടെ എണ്ണം കിട്ടും. ഇവിടുത്തെ അവസാന പദം ആരാന്ന് വെച്ചാൽ 49 ആണ്. മൈനസ് ആദ്യ പദം ആരാന്ന് വെച്ചാൽ 11 ആണ്. ബൈ പൊതുവ്യത്യാസം എത്ര വെച്ചാൽ ഇത് കൂടി പോന്നെ? 2 വെച്ചല്ലേ? അപ്പൊ 2 പ്ലസ് 1. അപ്പൊ 49 11 പോയാൽ നിങ്ങൾക്കറിയാം 38 ആണ്. ബൈ 2 പ്ലസ് 1. 38 ബൈ 2 എത്ര? 19 അല്ലേ? 19 പ്ലസ് 1 20 എണ്ണം. അപ്പൊ പദങ്ങളുടെ എണ്ണം എത്രയാന്ന് വെച്ചാൽ 20 ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ ആദ്യ തുക കിട്ടും. n എന്ന് പറഞ്ഞാൽ 20 ബൈ 2 ഇൻറ്റു ആദ്യ പദം 11 അവസാന പദം 49. 20 ബൈ 2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. ഇൻറ്റു 49 11 49 11 50 60 വരത്തില്ലേ? 60 ഇൻറ്റു 10 600 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ A ആണ് ഉത്തരം, ഓപ്ഷൻ A. പിന്നെ ഇത് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കറിയാമോ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പൊക്കോ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ് കേട്ടോ. പക്ഷെ അത് ആദ്യം മുതലുള്ളതായിരിക്കണം, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. 1, 3, 5 അങ്ങനെ ആണെങ്കിലേ പറ്റൂ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 11, 13, 15, 17 എക്സെട്ര ടു 49 നിങ്ങൾക്ക് വേണമെങ്കിൽ 1 അധികം 3 അധികം എക്സെട്ര ടു 49. എന്നുവെച്ചാൽ 1 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയെന്ന് 1 അധികം 3 അധികം എക്സെട്ര ടു 9 ആദ്യത്തെ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എടുത്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ചുമ്മാ ചെയ്യുക ഇത് കേട്ടോ, വെറുതെ. അപ്പം 50 വരെയുള്ള ഒറ്റ സംഖ്യകളല്ലേ 1, 3, 5, 7 എന്നുള്ളത്. 50 വരെ യഥാർത്ഥത്തിൽ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് അറിയാമോ? 50 വരെ 25 ഒറ്റ സംഖ്യയല്ലേ ഉള്ളത്. അപ്പൊ 25ന്റെ സ്ക്വയർ മൈനസ് 1, 3, 5, 7, 9 എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? അതിപ്പോ കൈ വെച്ചെണ്ണി ഒക്കെ ആവുന്നതല്ലേ ഉള്ളൂ. 1, 3, 5, 7, 9 5 എണ്ണം. അപ്പൊ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയറാ. അപ്പൊ 5ന്റെ സ്ക്വയർ. അപ്പൊ 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 625 25 പോയാൽ 600.
കണ്ടോ, വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് മനസ്സുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വെറുതെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഈ മെത്തേഡാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ചോദ്യം നമ്പർ 3. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. അപ്പോൾ ആദ്യം അറിയണം എന്താണ് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതപ്പം നടുക്ക് നിൽക്കുന്ന ആളാണ് മീഡിയൻ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതിയാലും മതി, നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് തന്നെ എഴുതാം. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക. അപ്പൊ നടുക്ക് നിൽക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ. നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതിയാലോ. പിന്നെ അത് ഏറ്റവും ചെറിയ ആളാര്? 2 പോയിന്റ് എന്ന് പറയുന്ന ആളല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ അത് നമ്മളൊന്ന് എഴുതി 2.12. പിന്നെ ചെറുതാര്? 3 എന്ന് പറയുന്ന സംഖ്യയല്ലേ, അപ്പൊ 3.16. പിന്നെ ചെറുതാര്? 3 കഴിഞ്ഞാൽ പിന്നെ 4 ഉണ്ട്. 4ന്റെ 2 സെറ്റ് ഉണ്ട്. 4.20 ഉണ്ട്, 4.60 ഉണ്ട്. ഉറപ്പായിട്ട് 4 പോയിന്റിന് ശേഷം നിൽക്കുന്ന സംഖ്യ ഏതാണോ വലുത് അതായിരിക്കും വലുത്, ഏതാണോ ചെറുത് അതായിരിക്കും ചെറുത്. അപ്പൊ 4.20 ആണല്ലോ പിന്നെ വലുതെന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണത്തിൽ ചെറുത് ഇതാ. പിന്നെ അത് കഴിഞ്ഞിട്ട് 4.60. ഇതിനെ ഞാൻ നോക്കിക്കഴിഞ്ഞ് ഇനി മുമ്പിലുള്ളത് 6.5. അപ്പൊ അടുത്ത 5.2 ഒന്ന് എഴുതി. അതിനുശേഷം 6.42 എഴുതി. ഇനി നടുക്ക് നിൽക്കുന്ന ആളെ നോക്കിയാൽ മതി. ഇപ്പൊ നടുക്ക് നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചു. 1, 2, 3, 4, 5, 6. 6 നടുക്ക് യഥാർത്ഥത്തിൽ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല, 2 പേരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് 2 പേരും നടുക്കിയിരിക്കുന്നത്. ഇവർ 2 പേരും നടുക്കായിട്ട് കയറുന്ന അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 പേരുണ്ട്, റൈറ്റ് സൈഡിൽ 2 പേരുണ്ട്. ഇതിനെ മാത്രമായിട്ട് നടുക്ക് എന്നാന്ന് പറയാൻ പറ്റത്തില്ല, ഇതിനെ മാത്രമായിട്ട് നടുക്കെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനെ മാത്രം നടുക്കെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 3 പേരും അപ്പുറത്ത് 2 പേരും ആവും. നടുക്കല്ല, ഇത് രണ്ടും ആണെന്നേ പറയാൻ പറ്റൂ. അങ്ങനെ നടുക്ക് ഒരാളാ വന്നേക്കുന്നതെങ്കിൽ അത് മീഡിയൻ ആയിരുന്നു. പക്ഷെ ഇവിടെ 2 പേരാ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവറേജ് ശരാശരി എടുക്കണം. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. അപ്പൊ അതായിരിക്കും അതിന്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ 4.20 പ്ലസ് 4.60 എന്നിട്ട് അതിന്റെ പകുതി. ഇപ്പൊ ഇതൊന്ന് കൂട്ടിക്കോ. 4.20 4.60 കൂടെ കൂട്ട്. 0, 8, 4, 4, 8. അപ്പൊ നമുക്ക് കിട്ടുന്നത് 8.80/2 എന്നുവെച്ചാൽ 880 പകുതി. 880 പകുതി എത്ര? 440. 2 സ്ഥാനം മാറ്റി പോയിന്റ് കിട്ടിയേക്കുക 4.40 എന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ ഡി 4.40. നാലാമത്തെ ചോദ്യം. 123 - 2 the whole raised 1/2 into 78 + 3 the whole raised 1/4 whole divided by 243 the whole raised 1/5. ഇത്രയേ ഉള്ളൂ. നമുക്ക് അത് ഈ ബ്രാക്കറ്റിനകം ഒന്ന് നോക്കാം. 123 - 2 അതെത്ര? 121 ആണ്. ഓക്കെ, 123 2 പോയ 121. അതിന്റെ റേസ്റ്റ് 1/2 എന്നാ പറയുന്നത്. ഓക്കെ, 78 + 3 ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 78 + 3 എത്ര? 81 അല്ലേ? അപ്പൊ 81/1/4 ബൈ താഴെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല 243/1/5. ഇനി ഞാൻ വെറുതെ ഒരു കാര്യം പറയട്ടെ. ഒരു നമ്പറിന്റെ പവറിൽ 1/2 എന്ന് എഴുതിയ ഇതിനെ ഏതോ ഒരു സംഖ്യയുടെ പവർ 2 ആവുന്ന രീതിയിൽ എഴുതാൻ പറ്റും. മീൻസ് ഏതോ സംഖ്യയുടെ സ്ക്വയർ ഒന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 121 നിങ്ങൾക്ക് അറിയാം. 121 എന്ന് പറഞ്ഞാൽ ഏതിന്റെ പവറിൽ 2 കൊടുക്കപ്പെടാ കിട്ടുന്നത്? 11ന്റെ സ്ക്വയർ അല്ലേ? 11ന്റെ സ്ക്വയർ. അപ്പൊ ഈ 121 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആണ്. അത് ആരാണ്, അത് ഏതിന്റെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2നെ വെട്ടിക്കളഞ്ഞിട്ട് 121 പകരം 11 എഴുതിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ വരുന്നത് ഇങ്ങനെയാണ്. ഈ 121 നമുക്ക് 11ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ദ ഹോൾ റൈസ് ടു 1/2. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് 11/1 11 കിട്ടും. അപ്പൊ അത് ഞാൻ എഴുതുന്നില്ല. അപ്പൊ ഈ 2ഉം 2 കൂടെ കട്ട് ചെയ്ത് പോയി 11/1 എന്ന് കിട്ടും. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 11 എഴുതാം. അപ്പൊ ഞാൻ അങ്ങനെ 11 എഴുതുവാണ്. കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അടുത്ത സ്റ്റേജിൽ ഒന്ന് കേട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എന്താന്ന് വെച്ചാൽ 81/1/4. അപ്പൊ ഏതോ ഒരു സംഖ്യയുടെ പവറിൽ 4 കൊടുക്കപ്പോൾ നമുക്ക് 81 കിട്ടും. അതാരാന്ന് മാത്രം കണ്ടുപിടിക്കുക. അതാരാ? അത് 3ന്റെ പവർ 4 വരപ്പോഴല്ലേ 81 വരുന്നത്. അപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ 81 അല്ലേ? 3 × 3 × 3 × 3 3 × 3 9 9 × 3 27 27 × 3 81. എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പറിന്റെ പവറിൽ 4 വരപ്പോൾ 81 കിട്ടും. ആ സംഖ്യ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4ഉം വെട്ടുക, 81നെ വെട്ടി ആ സംഖ്യ എഴുതുക. 3.
3 ഈ മേളിൽ നിൽക്കുന്ന നമ്പർ ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കണം കേട്ടോ. 1 ആയതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് കേട്ടോ. 1 ബൈ ഏതോ ഒരു നമ്പറിന്റെ 243/1/5 എന്നുവെച്ചാൽ ഒരു സംഖ്യയുടെ 5ാമത്തെ പവർ ആയിട്ട് 243 എക്സ്പ്രസ് ചെയ്യാം. 3/481. അപ്പൊ 3/5 3/481 ആണെങ്കിൽ 3/5 ഒരു 3 കൂടെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 8 3 24 243 എന്നുവെച്ചാൽ 3ന്റെ 5ാമത്തെ പവറിൽ 243 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 5നെ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം. 243 പകരം ആ 3 എഴുതാം. ഏതിന്റെ പവറിൽ 5 കൊടുക്കപ്പോഴാണ് ഇയാളെ കിട്ടുന്നത്? 3ന്റെ പവറിൽ. അപ്പൊ നമുക്ക് ആ 3 കൊടുക്കാം. ⁻1. ഓക്കെ, ഈ 3/1 ഈ 3/1 കൂടെ കട്ട് ചെയ്യും. ഫൈനലി നിങ്ങൾക്ക് 11/1 എന്ന് ഉത്തരം കിട്ടും. 11/1 എന്ന് പറഞ്ഞാൽ 11 ആണ്. ഓപ്ഷൻ ബി ഉത്തരം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഡോഗിനെ ഇങ്ങനെ എഴുതാം 274. ക്യാറ്റിനെ നമുക്ക് 358 എന്ന് എഴുതാം. അങ്ങനെ ഗോട്ടിനെ എങ്ങനെ എഴുതാം? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഗോട്ടിനകത്തുള്ള എല്ലാ ലെറ്ററും ഈ 2 സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഇട്ട് കൊടുക്കാം. ജിയുടെ കോഡ് ഇവിടെ. ജിയുടെ കോഡ് ഡോഗിന് 274 എന്നാ പറഞ്ഞേക്കുന്നത്. 274. ക്യാറ്റിന് 358 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജിക്ക് എത്ര വന്നേക്കുന്നത്? 4. ഓയ്ക്ക് എത്ര വന്നേക്കുന്നത്? ഓയ്ക്ക് 7. അപ്പൊ അതം കൊടുത്താൽ മതി. എക്ക് എത്ര വന്നേക്കുന്നത്? എ ഇവിടെ കിടപ്പുണ്ട് 5. അതം കൊടുത്താൽ മതി. ടിക്ക് എത്ര വന്നേക്കുന്നത്? ടി ഇവിടെ കിടപ്പുണ്ട് 8. അപ്പൊ 4 7 5 8 അങ്ങനെ ഒരാളുണ്ടോ? 4 7 5 8 ഉണ്ടല്ലോ. ഓപ്ഷൻ സി അല്ല സോറി ഡി. ഓപ്ഷൻ ഡി 4 7 5 8. ക്ലിയർ അല്ലേ? ഇവിടെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്ത 6ാമത്തെ ചോദ്യം. 22 6 പ്ലസ് 7 6 മൈനസ് 3 6 ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതിനകത്തെ നമ്പറുകളെ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 22 പ്ലസ് 7 മൈനസ് 3 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് വെക്കാം. 22 7 29. 29 3 പോയാൽ 26. ഓക്കെ, അപ്പൊ 26 പറയുന്നത് നമ്മുടെ ഉത്തരം. അങ്ങ് അല്ല, ബാക്കിയും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കി ഫ്രാക്ഷൻ ചെയ്യാം. 6 പ്ലസ് ഈ 6 പ്ലസ് ഈ 6 മൈനസ് ഈ 6 ഈ പ്ലസ് 6 ഈ മൈനസ് 6 കൂടെ കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 ഇത് രണ്ടും കൂടെ അടുപ്പിച്ച് വെക്കുന്നത് നമ്മുടെ ഉത്തരം. 26 6 എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരം. അതിനെ ചേർത്ത് വെച്ചാൽ മതി. ഒരു നമ്പർ ഒരു ഫ്രാക്ഷനും ആണെങ്കിൽ, ഒരു സാധാരണ ഭിന്നമാണെങ്കിൽ ഇതിനെ ചേർത്ത് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷൻ ആയിക്കോളും. 26 6 ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. ഓക്കെ, ചോദ്യം നമ്പർ 7. ഒരു പരീക്ഷ പാസ്സാകാൻ 60% മാർക്ക് വേണം. അപ്പൊ 60% മാർക്ക് ഉണ്ടെങ്കിൽ ഒരു പരീക്ഷ പാസ്സാകത്തുള്ളൂ. നീതുവിന് 180 മാർക്ക് കിട്ടി. അപ്പൊ നീതുവിന് കിട്ടിയ മാർക്ക് 180 ആണ്. ഓക്കെ, നീതുവിന് പാസ്സാകാൻ 60 മാർക്കിന്റെ കുറവുണ്ട്. എന്നുവെച്ചാൽ 60 മാർക്ക് കൂടെ ഉണ്ടെങ്കിലേ നീതു ജയിക്കത്തുള്ളായിരുന്നു. അപ്പൊ 60 മാർക്കിന്റെ കുറവിൽ നമ്മുടെ നീതു തോറ്റുപോയി. അപ്പൊ 60 മാർക്ക് കൂടെ ഉണ്ടായിരുന്നേ നീതു ജയിച്ചേനെ. അപ്പം 150 മാർക്ക് ആൾറെഡി നീതുവിന് കിട്ടിയിട്ടുണ്ട്. 60 മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ നീതു ജയിച്ചേനെ, എന്നുവെച്ചാൽ ജസ്റ്റ് പാസ്സായേനെ. അപ്പോൾ 180 60 240 മാർക്കാണ്. അപ്പൊ പാസ് മാർക്ക്. മനസ്സിലായില്ലേ? 180 മാർക്ക് നീതുവിന് കിട്ടി. 60 മാർക്ക് കൂടെ മേടിച്ചാൽ ജയിച്ചേനെ, എന്നുവെച്ചാൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടിയേനെ. അപ്പൊ 60 മാർക്ക് കൂടെ മേടിച്ചപ്പോൾ എത്ര വരുന്ന? 240. അത് ജയിക്കാനുള്ള മാർക്കാണ്. ആ ജയിക്കാനുള്ള പാസ് മാർക്ക് 60% എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 60% പാസ്സാവാൻ വേണ്ട മാർക്ക്. അത് 240 എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക്. ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ് 100%. അപ്പൊ 100% എത്ര ആണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ 60% 240 ആണെങ്കിൽ 100% എത്ര? ക്രോസ് ചെയ്ത് ഗുണിക്കുക, ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇത് കിട്ടിക്കോളും. അപ്പൊ 100 × 240 ഡിവൈഡ് ബൈ 60. 60 4 240 അല്ലേ? 60 × 4 64 24. അപ്പൊ 4 × 100 400 മാർക്ക് എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഉത്തരം. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിന്റെ സമയം 2:10 നിന്ന് 2:25 മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര?
അപ്പൊ യഥാർത്ഥത്തിൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം. ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു ക്ലോക്ക് ഒന്ന് വരയ്ക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പം ഇത് 12, ഇത് 6, ഇത് 3, ഇത് 9, ഇത് 10, ഇത് 11, ഇത് 1, ഇത് 2, ഇത് 3 താഴെ കിടപ്പുണ്ട്, 4, 5, 7, 8. ഇതാണ് ക്ലോക്ക്. 2 മണി എന്ന് പറയുമ്പം 2 മണി. നമുക്ക് മണിക്കൂർ സൂചിയെ തൽക്കാലം നോക്കണ്ട, മിനിറ്റ് സൂചിയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2 മണി 10 മിനിറ്റ് എന്ന് പറയപ്പം മിനിറ്റ് സൂചി ശ്രദ്ധിക്കണം. മിനിറ്റ് സൂചി ഈ 2 മണി 10 മിനിറ്റ് എന്ന് പറയപ്പം മിനിറ്റ് സൂചി ഈ 2ന്റെ നേരെ ആയിരിക്കും. 2ന്റെ നേരെ. ഓക്കെ, അപ്പം 2 മണി 10 മിനിറ്റ് മിനിറ്റ് സൂചി 2ന്റെ നേരെ. അത് നമ്മളൊന്ന് വരച്ചു വെച്ച് അവിടെ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറി. ഇപ്പൊ 2 മണി 25 മിനിറ്റ് ആവുമ്പം മിനിറ്റ് സൂചി എവിടെ നിൽക്കും? 2 മണി 25 മിനിറ്റ് 2:25 ആവുമ്പം മിനിറ്റ് സൂചി ഈ 5ന്റെ നേരെ നിൽക്കത്തില്ലേ? ഓക്കെ, 2 കഴിഞ്ഞിട്ട് മണിക്കൂർ സൂചി നിൽക്കും, മിനിറ്റ് സൂചി 5ന്റെ നേരെ നിൽക്കും. ഓക്കെ, ഇത് 2:10 ആവുമ്പോൾ ഉള്ള മിനിറ്റ് സൂചിയുടെ പൊസിഷൻ. ഇത് 2:25 ആവും അല്ലേ? 2:25 ആവുമ്പോൾ ഉള്ള മിനിറ്റ് സൂചിയുടെ പൊസിഷൻ. ഇപ്പൊ 2:10 നിന്ന് 2:25 മിനിറ്റ് സൂചി സഞ്ചരിച്ച അഗ്രം, മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരമാണ് ചോദ്യം. മീൻസ് ഈ ദൂരം. മിനിറ്റ് സൂചി ഇങ്ങനെ വന്ന് ഈ ദൂരം, ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾ നോക്ക്, ഇതൊരു സെക്ടർ അല്ലേ? സെക്ടർ. ഓക്കെ, സെക്ടറിന്റെ കോണളവ് എത്ര നിങ്ങൾക്കറിയാം? ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 30 ഡിഗ്രിയാന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് 30 ഡിഗ്രി അല്ലേ? ഒരു ക്ലോക്കിലെ 2 സംഖ്യകൾക്കിടയിൽ ഫോം ചെയ്യുന്ന കോണളവ് 30 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 30 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ 30, 60, 90 ഡിഗ്രിയാണ് ഈ കോണളവ്. 90 ഡിഗ്രി. നമുക്ക് ഇതിന്റെ ഈ നീളം കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ചാപമായത്, ചാപത്തിന്റെ നീളം. ഒരു സെക്ടർ ആ സെക്ടറിന്റെ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ, ചാപനീളം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, കാണാതെ പഠിച്ചു വെച്ചേക്കണം. θ/360 × 2πr. ഇതാ ഇക്വേഷൻ. θ/360 × 2πr. ഇപ്പൊ ഒരു സെക്ടറിന്റെ ചാപത്തിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ θ/360 × 2πr. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് 90 ഡിഗ്രിയാണ്. അപ്പൊ 90 ഇതാ ചാപം, ഇതിന്റെ നീളമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. 2:10 നിന്ന് 2:25 ഇത്രയും ദൂരം പോയിട്ടുണ്ട്. ചാപം അതിന്റെ നീളം ചോദ്യം. അപ്പൊ 90/360 × 2πr. അപ്പൊ അതിനു മുമ്പേ ഈ 6 എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചിയുടെ നീളമാണ്. ഇതാ മിനിറ്റ് സൂചി. അതിന്റെ നീളം ആൾറെഡി ആദ്യം പറയുന്നുണ്ടായിരുന്നു. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. മീൻസ് അത് വൃത്തത്തിന്റെ ആരമായി മാറി, അല്ലെങ്കിൽ സെക്ടറിന്റെ ആരമായിട്ട് മാറിയിട്ടുണ്ട് ഈ 4. ഓക്കെ, അപ്പൊ അതാണ് ഈ 6 എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ പൈയുടെ വില ഞാൻ തൽക്കാലം 3.14 കൊടുക്കുക. × 6 എന്ന് പറഞ്ഞാൽ 4. കാര്യം അത് കൊടുക്കാനുള്ള റീസൺ, പൈയുടെ വില നമുക്ക് 22/7 കൊടുക്കാം, 3.14 കൊടുക്കാം. 22/7 കൊടുക്കുന്നത് നിങ്ങൾ ഈ 6 ഒക്കെ 7ന്റെ മൾട്ടിപ്പിൾ ഒക്കെ വരപ്പോഴാണ്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് ഡെസിമൽ ഓപ്ഷൻ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ 3.14 കൊടുക്കുന്നത് ബെറ്റർ. ഈ 00യുടെ കട്ട് 9നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും? 4 അല്ലേ? 9 × 4 36. ഈ 4ഉം ഈ 4യുടെ കട്ട്. പിന്നെ 3.14 × 2, 3.14 × 2 8, 2, 3 സോറി 6. അപ്പൊ 6.28 എന്ന് കിട്ടും. 628 പോയിന്റിന് ശേഷം 2 സ്ഥാനം ഉണ്ടായിട്ട് 2 സ്ഥാനം എടുത്തു മാറ്റി പോയിന്റ് ചെയ്യണം. അപ്പൊ 6.28 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഉത്തരം. ഓക്കെ, 9ാമത്തെ ചോദ്യം ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് വഴിയെ വായിക്കാം കേട്ടോ. അപ്പൊ ESWN എന്ന് എഴുതാം, ഈശ്വരൻ. ഡയറക്ഷൻ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിന്റെ ഡയറക്ഷന്റെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പ്ലേലിസ്റ്റിനകത്ത് ഡയറക്ഷൻ എന്ന് പറയുന്ന ഫോൾഡർ നോക്കിയിട്ട് അതിന്റെ ഓരോ വീഡിയോസ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് പടം വരയ്ക്കാതെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ അറിവ് അവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് വെച്ച് ഞാനങ്ങ് പറയുകയാണ്, പടം വരയ്ക്കുന്നില്ല. അരുൺ തന്റെ ESW എന്ന് എഴുതുക. E എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, S സൗത്ത്, W വെസ്റ്റ്, N നോർത്ത്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്. അരുൺ തന്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച്. അപ്പൊ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച്. അപ്പൊ ഈസ്റ്റിന്റെ കിഴക്കെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണല്ലോ, അവിടോട്ട് 6 അങ്ങോട്ട് എഴുതി വെക്കുക.
അതിനുശേഷം നേരെ വലത്ത് തിരിഞ്ഞ് 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈസ്റ്റിന്റെ വലത് സൈഡ് സൗത്താണ്, ആ സൗത്തിലോട്ട് പുള്ളി 2 കിലോമീറ്റർ സഞ്ചരിച്ചെന്ന അർത്ഥം. അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. അപ്പൊ സൗത്തിന്റെ വലത്തെന്ന് പറഞ്ഞാൽ വെസ്റ്റ് വരും. അപ്പൊ വെസ്റ്റിലോട്ട് 12 കിലോമീറ്റർ സഞ്ചരിച്ച് അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിച്ച്, അപ്പൊ വെസ്റ്റിന്റെ ഇടത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വരും, വെസ്റ്റിന്റെ ഇടത്തെന്ന് പറഞ്ഞാൽ സൗത്തിൽ വരും, 6 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, കാരണം ഇപ്പുറത്തൊരു നമ്പർ നിൽപ്പുണ്ട്, അവിടോട്ട് അത് എഴുതണം. എങ്കിൽ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത്? അപ്പം യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് പുള്ളിക്കാരൻ എത്ര അകലെയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുത്താൽ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ബാലൻസ് ചെയ്തെടുക്കുന്നത് എതിർദിശകൾ തമ്മിൽ കുറച്ച് ഉത്തരം എഴുതി വെക്കുക. എതിർദിശകൾ തമ്മിൽ കുറച്ച് വെക്കുക. ഇവിടെ 6 ഉണ്ട്, 12 ഉണ്ട്, തമ്മിൽ കുറച്ച് എത്ര? 12ൽ നിന്ന് 6 കുറച്ചാൽ 12ൽ നിന്ന് 6 കുറച്ച് എത്ര? 6. അത് കൂടുതലുള്ളിടത്തായിട്ട് എഴുതുക. ഈ രണ്ടിടത്ത് കൂടുതലുള്ളിട വെസ്റ്റിലല്ലേ, അപ്പോൾ വെസ്റ്റിന്റെ താഴോട്ട് എഴുതുക 6. എന്നിട്ട് ഈ സൗത്തും നോർത്തും എതിർദിശ, അവ തമ്മിൽ കുറയ്ക്കുക. നോർത്തിൽ ആളില്ല കുറയ്ക്കാൻ, അപ്പൊ സൗത്തിൻ്റെതിൻ്റെ മൂല്യം മൊത്തം അതിന് കിട്ടും. 2ഉം 6ഉം ഉണ്ട്, ടോട്ടലി 8. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 സംഖ്യകൾ വരുന്ന സാഹചര്യത്തിലല്ല, ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ അത് നമ്മുടെ ഉത്തരവാണ്. പക്ഷെ 2 സംഖ്യകൾ വരപ്പോൾ അത് 2 നമ്മുടെ ഉത്തരവല്ല. അപ്പൊ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു റൂട്ട് ഇട്ടിട്ട് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ചെയ്താൽ മതി. മീൻസ് 8ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ, റൂട്ട് ഓഫ് 64 പ്ലസ് 36, റൂട്ട് ഓഫ് 100. 100ന്റെ റൂട്ട് എത്ര? 10. ഇപ്പൊ 10 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതായത് വീട്ടിൽ നിന്ന് അരുൺ ഇപ്പോൾ 10 കിലോമീറ്റർ അകലെ. ഒരു അഡ്രസ്സ് വന്നേക്കുന്നത് ഇതിന് തുല്യമായത് ഏത്? ഇത് മുൻ വർഷത്തെ ഇതേ അഡ്രസ്സ് ഇതേ പേര് വെച്ച് 2 വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത സമയത്ത് തന്നെ 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 3ാമത്തെ വട്ടം ചോദിക്കുന്നത്. ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് അറിയാം. ഇതിന് തുല്യമായത് ഇത് അക്ഷരപ്പിശകുള്ള വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിലേ ഇവിടെ കണ്ടോ മൻസിലിന്റെ ഇസഡാ കിടക്കുന്നത്, ഇവിടെ മൻസിലിന്റെ എസ് ആ കിടക്കുന്നത്. ഇവിടെ ഇത് തെറ്റുണ്ട്. അപ്പൊ ഇതിന് സമാനമായ അഡ്രസ്സ് അല്ല ഇത്. ഒരു സ്പെല്ലിങ് മാറുമ്പോൾ തന്നെ അഡ്രസ്സ് മാറുന്ന കേട്ടോ, ഓപ്ഷൻ എ അല്ല, ഇതിന്റെ തുല്യമായതല്ലല്ലോ. ഇനി അടുത്ത് ഇത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിന്റെ നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി, 16160. PO ബോക്സ് നമ്പർ ഇവിടെ 10106. അപ്പൊ നമ്പർ ഡിഫറൻ്റ് അല്ലേ, പക്ഷെ ഓപ്ഷൻ ബിയും തെറ്റി. നിങ്ങൾ ഓപ്ഷൻ ഡിയിലോട്ടൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾ നോക്ക്, നസീമിന്റെ സ്പെല്ലിങ് നോക്ക്, നസീം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ NAZEEM ആവുമ്പം ഇവിടെ NASEEM ആണ്. അപ്പൊ ഇതും ഇതിന്റെ സമാനമല്ലല്ലോ, അപ്പൊ ഓപ്ഷൻ ഡിയും തെറ്റി. അപ്പൊ 3 വെട്ടിയ സ്ഥിതിക്ക് ഇതായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് അക്ഷര പിശക് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ച് വെട്ടി കളയാം. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് അവശേഷിക്കും, അത് ഉത്തരവാണ്. ഇതിന് സമാനമായിട്ടുള്ളത് ആണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ അതിനകത്ത്? ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മാത്സിനകത്ത് ഈ 10 ക്വസ്റ്റ്യനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മാത്സിലെ 10 ക്വസ്റ്റ്യൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, ഒരു ക്വസ്റ്റ്യനോട് ഇതിന് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം 11ാമത് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യനോട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, മാത്സിലെ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആൾറെഡി മാത്സ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ മാത്സിലെ 10 എണ്ണത്തിൽ ഉൾപ്പെടുത്തിയല്ല ഇത് ചോദിച്ചേക്കുന്നത്, വേറെന്തോ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ കിടന്ന ആ ഒരു മാത്സ് ക്വസ്റ്റ്യനോട് നമ്മളത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാങ്കം അഥവാ മീഡിയൻ കാണുക. മീഡിയൻ. ഇപ്പൊ മീഡിയന്റെ ക്വസ്റ്റ്യൻ മാത്സിനകത്ത് ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട് ആൾറെഡി. അപ്പൊ അതേ കണക്ക് വേറെണ്ണം ചോദിച്ചേക്കുക. ഓക്കെ, മീഡിയൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതിന്റെ മീഡിയൻ നമുക്ക് കണ്ടെത്തണം. ഇത് ക്രമ നമ്പറാണ്, 1 2 3 4 5 6. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ക്രമ നമ്പർ അവിടെ കൊടുത്താലും ഇല്ലെങ്കിലും ക്രമ നമ്പർ അവിടെ ഉണ്ടല്ലോ, അത് നമുക്ക് തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മാർക്കിന്റെ മീഡിയൻ ആണ് ആവശ്യം. അപ്പൊ മീഡിയനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മീഡിയൻ ഞാൻ നേരത്തെ പറഞ്ഞു, മാത്സിന്റെ 10 ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ മീഡിയനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക, എന്നിട്ട് നടുക്ക് നിൽക്കുന്ന ആളെ കണ്ടെത്തുക. ഇതിനകത്ത് ഏറ്റവും ചെറുതാര്? ഇതിനകത്ത് ഏറ്റവും ചെറുത് 18 അല്ലേ? അപ്പൊ ആ 18 എഴുതുക, ഫസ്റ്റ് വൺ. പിന്നെ 18 നമ്മൾ എഴുതി കഴിഞ്ഞ്, പിന്നെ 18 കഴിഞ്ഞ് 20 സംതിങ് 26 ഉണ്ട്, അത് എഴുതുക. പിന്നെ 28 ഉണ്ട്, അത് എഴുതുക. പിന്നെ 30 സംതിങ് 32 ഉണ്ട്, എഴുതുക. പിന്നെ 31 ഇല്ല, പക്ഷെ 40 44 40 ഉണ്ട്, അപ്പൊ 40 എഴുതുക. പിന്നെ 44 എഴുതുക. പിന്നെ 51 ഇല്ല, പക്ഷെ ഇനി 62 കൂടെ മാത്രമേ ഉള്ളൂ, 62 എഴുതുക. അപ്പൊ ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ നടുക്ക് ഇരിക്കുന്നത് ആര്? അപ്പൊ ഇതിന്റെ നടുക്ക് ഇരിക്കുന്നത് 32 അല്ലേ? കാരണം 1 2 3 4 5 6 7.
എണ്ണം 7 എണ്ണമാണ്, 7 എണ്ണം ഉള്ളത്. അപ്പൊ 7 എണ്ണത്തിൽ നടുക്കൊരാൾ കാണും എപ്പോഴും. ഓഡ് നമ്പറാണ് എണ്ണമെങ്കിൽ നടുക്കൊരാളെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നടുക്കിരിക്കുന്നത് 32 അപ്പൊ അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. 32ന്റെ ഇപ്പുറത്തും സെയിം നമ്പർ അല്ലേ കിടക്കുന്നത്, എണ്ണം സെയിം അല്ലേ, 3 എണ്ണം. അപ്പൊ നടുക്കിരിക്കുന്നത് 32, അതാണ് അതിന്റെ മീഡിയൻ 32, ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ CPO പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. ബാക്കി കഥയായിട്ട്, ബാക്കി കഥയല്ല, പുതിയ കഥയായിട്ട് വീണ്ടും കാണാം. നന്ദി.